ഹലോ ഡിയേഴ്സ്, നിങ്ങൾ വരുന്ന +2 ഓണം എക്സാമിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ വലിയ പണി കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് ഞാൻ അതിനകത്ത് പറയുക. കാരണം മുൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കത് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ റീസൺ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ സ്കോറിനെ വേറെ ലെവലിലോട്ട് മാറുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അതിനകത്ത് എന്തുകൊണ്ടാണ് ഓണം എക്സാമിനെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത എന്ന് പറയുന്നതിന് കാരണം, ഓണം എക്സാമില് ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കൂ. ഈസി ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട്, അതുപോലെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഇപ്പം സെറ്റാക്കി കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ട് മാർക്ക് സ്കോർ മുന്നോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. ഇപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈം കൂടി കിട്ടും. ക്രിസ്മസ് എക്സാമിലോട്ട് ഒരുപാട് ടോപ്പിക്സ് വീണ്ടും വരും. മാത്രമല്ല റെക്കോർഡ്, പ്രാക്ടിക്കല്, മോഡൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ബിസിയാകും. ടൈം ഇത്ര പോലും കിട്ടില്ല. അതുകൊണ്ട് പിന്നീട് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. ആദ്യമേ അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു തരികയാണ്, മുൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓണം എക്സാമിനെ സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ നിങ്ങളുടെ സ്കോർ വേറെ ലെവലിലോട്ട് മാറും. ഇനി ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്തവണയും ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +2 സ്റ്റുഡൻസ് 2026 വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കേണ്ട ട്രിക്സ്, ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. നിങ്ങളുടെ നമ്പറൊന്നും മറ്റു മെമ്പേഴ്സിനെ കാണാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അതിനകത്ത് ജോയിൻ ആകാം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഒപ്പം നമ്മുടെ ചാനൽ നമ്മുടെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് വളരെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ കാര്യങ്ങളെ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പം ചാപ്റ്റേഴ്സ് അതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഡെമോ സെഷൻസ്, ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ്സുകൾ, നിങ്ങൾ മോഡൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൂ. അതിപ്പം ഏത് സബ്ജക്ട്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പറഞ്ഞോളൂ. ഏത് ചാപ്റ്ററോ നമ്മൾ വെച്ച് തരും നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ. ഏത് ചാപ്റ്റർ, ഏത് സബ്ജക്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ക്ലാസ് അടിപൊളിയാണ്, കൊള്ളാം, മനസ്സിലാകുന്നുണ്ട്, വളരെ സിമ്പിളാണ് പഠിക്കാൻ കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാം. നമ്മുടെ ക്ലാസ്സുകളെ നമ്മൾ കാര്യങ്ങൾ അത്രയും സിമ്പിളാക്കിയിട്ട് ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ സിമ്പിളാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ് അടിപൊളിയാണ്, കൊള്ളാം എന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ആകാം. കാരണം ഒരുപാട് വളരെ ലോ സ്കോറിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഹൈ സ്കോറിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. +2 ഫെയിൽ ആയിട്ട് വളരെ കുറഞ്ഞ മാർക്ക് 5, 7 ഒക്കെ വന്നവരെ പോലെയും അവരെ സംബന്ധിച്ചിടത്തോളം B ഗ്രേഡിലോട്ടൊക്കെ ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നോക്കണം, ഫെയിൽ ആയവർക്കാണ്. അപ്പം ആ രീതിയിൽ വളരെ ലോ സ്കോറിലുള്ളവർക്ക് പോലും ഹൈ സ്കോറിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും അതിനകത്ത് നിങ്ങൾക്കും പഠിച്ചു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത ടൈം ടേബിൾ നോക്കാം. നമ്മൾ അതിനകത്ത് 2 രീതിയിൽ ടൈം ടേബിൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈസി ചാപ്റ്റേഴ്സ്. ആദ്യം ചിലരുണ്ടാവും ഈസി ചാപ്റ്റേഴ്സ് അതിനകത്ത് നോക്കിയിട്ട് ഫസ്റ്റ് അത് പഠിക്കുന്നവർ. അപ്പം അതിൻ്റെ രീതിയിലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പം അതിനകത്ത് ഓർഡർ, ഫസ്റ്റ് ആദ്യത്തെ ചാപ്റ്റർ, പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ, അങ്ങനെ ഓർഡർ വെച്ചിട്ടുള്ള ടൈം ടേബിളാണ് ആദ്യം ഞാൻ പറയുന്നത്. 5-ാം തീയതി ഇന്ന് തുടങ്ങുന്ന രീതിയിൽ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് നിങ്ങൾക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബയോളജിയാണ് ആദ്യം എടുത്തത്. കാരണം ആ ഒരു സമയത്ത് ക്ഷീണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജിയാണ്, പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഭക്ഷണമൊക്കെ, ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് മാത്സിലോട്ട് ഇരിക്കാം. പിന്നെ കെമിസ്ട്രിക്ക് നമ്മൾ വളരെ കുറഞ്ഞ സമയമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കാരണം കെമിസ്ട്രി നിങ്ങൾക്ക് ഒരുപാട് അതിനകത്ത് ടൈം കിട്ടുന്നുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ഈ ടൈമൊക്കെ ഒന്ന് മാറ്റാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ മോർണിംഗ് ആണ് നമ്മൾ 6 to 7:30 എന്ത് കൊടുത്തിട്ടുള്ളത്, ഫിസിക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറങ്ങാൻ മാക്സിമം ടൈം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഉറക്കത്തെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാലാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം ഒഴിച്ച് പഠിക്കുന്നതേ അത് ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ ഉറങ്ങണം. അതുകൊണ്ടാണ് 10:15 നിർത്തി നമ്മൾ പിന്നെ 6, 7:30 സ്റ്റാർട്ട്, 6 മണിക്കാണ് 6 to 7:30. പിന്നെ സ്കൂളിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ ആ സമയമൊക്കെ ആവും.
അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മുന്നേ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം അറേഞ്ച് ചെയ്യാം. അപ്പം ഇത് ഞാൻ സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം മറ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്താ പറയുക അറബി, ഹിന്ദി, മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സെക്കൻഡ് ലാംഗ്വേജ് ഏതായിക്കോട്ടെ അതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ടൈം അതിനകത്ത് കാണാം. അപ്പം 7 മണി തൊട്ട് നമ്മൾ ഇവിടെ ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ മുന്നേ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ട്. പിന്നെ മോർണിംഗ് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം. അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റുകയും ചെയ്യാം ഈ ടൈം ടേബിൾ. അപ്പോൾ ഇത് നമുക്ക് 5, 6, 7, 8 ദിവസങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സാറ്റർഡേ സൺഡേ നമ്മൾ നൈറ്റത്തെ ടൈം ടേബിളേ ഉള്ളൂ. പകൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മൾ 3 ദിവസമൊക്കെ വെച്ചിട്ടാണ് ഓരോ ചാപ്റ്റർ ഇതിനകത്ത് 3 മണിക്കൂറുകൾ 4 മണിക്കൂറുകളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിസിക്സിനൊക്കെ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്, പിന്നെ മാത്സിനാണെങ്കിലും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനിയിപ്പം അങ്ങനെ പഠിച്ചിട്ട് 16-ാം തീയതി വരെയാണ്. 17-ാം തീയതി നിങ്ങൾക്ക് പിന്നെ 18-ന് എക്സാം ആണല്ലോ, അപ്പോൾ അതിൻ്റെത് പഠിക്കാനുണ്ടാവും. 17-ാം തീയതി സൺഡേ, 16-ാം തീയതി വരെയുള്ളത് നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം ഈസി ചാപ്റ്റേഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ ഒരു ടൈം ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്ത് ഈസി ചാപ്റ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ബയോളജിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യം ഈസി ചാപ്റ്റേഴ്സ് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ എളുപ്പമായിരിക്കും. പിന്നെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതും അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ നിങ്ങൾക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്, ഹൈ വെയിറ്റേജും ഉണ്ട് പബ്ലിക് എക്സാമിനൊക്കെ. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷന്, അതുപോലെ ബയോടെക്നോളജി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ്സ്, അത് കുറച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കാനുണ്ട്. അപ്പം അത് ഈസി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാം. അതല്ല അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം, അതല്ല ഓർഡർ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ പഠിക്കാം. 2 ടൈം ടേബിൾ നമ്മളവിടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ബയോളജി കഴിഞ്ഞാൽ ഫിസിക്സ്, അപ്പം നിങ്ങൾ ആ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ജനറലി ഒരു ടൈം ടേബിൾ അതിനകത്ത് ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ അതിനകത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി, വീസ്റ്റൺ ബ്രിഡ്ജ്, കിർച്ചോഫ്സ് റൂള് ഒക്കെ എളുപ്പമാണ്. അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി എളുപ്പമുള്ള ചാപ്റ്ററാണ്. പിന്നെ ഈക്വ പൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ വരുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ടല്ലോ, 2ാമത്തെ ചാപ്റ്റർ, അതും കുഴപ്പമില്ല, എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പഠിക്കാം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ആദ്യം ഈ 2 ചാപ്റ്റേഴ്സ് എളുപ്പമാണ്. അപ്പോൾ എളുപ്പമുള്ളവർ നോക്കുകയാണെങ്കിൽ അത് നോക്കാം എന്നാണ് ഞാൻ പറയുക. പിന്നീട് നിങ്ങൾക്ക് കെമിസ്ട്രിയിലോട്ട് പോകുമ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് പറയുക കെമിക്കൽ കൈനറ്റിക്സ് ആണ്. വളരെ സിമ്പിളും ഹൈ വെയിറ്റേജുമാണ് കെമിക്കൽ കൈനറ്റിക്സ്. പിന്നെ നിങ്ങൾക്ക് സൊല്യൂഷനിൽ ന്യൂമറിക്കൽസ് പ്രോബ്ലം കുറച്ച് ഉണ്ടെങ്കിലും സൊല്യൂഷൻസിൽ കുറേ തിയറി ഉണ്ട്, എളുപ്പമാണ്, 9 മാർക്ക് വെയിറ്റേജും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ അതിനകത്ത് പറയാൻ, പിന്നെ ഡി ആൻഡ് ഓഫ് നിങ്ങൾക്ക് പഠിക്കാം, കാരണം അത് എളുപ്പമല്ലേ. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്, കാരണം ഹൈ വെയിറ്റേജ് ആണ്, കുറച്ച് മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഉണ്ടാകും, വലിയൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ എന്തായാലും വിട്ടുപോകരുത്, അതാണ് പറയാനുള്ള. കെമിസ്ട്രിക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ, എക്സാമിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ അതിനകത്ത് ഇപ്പം മാത്സ് അതിനകത്ത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് വളരെ സിമ്പിളാണ്, ഹൈ വെയിറ്റേജ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓണം എക്സാമിന് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈസി ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്സിന് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അപ്പം മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് പഠിക്കാം. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എളുപ്പമാണ്, അത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതുപോലെ ഇൻവേഴ്സ് ടെക്നോമെട്രി, അതിലൊരു പ്രിൻസിപ്പൽ വാല്യൂ കാണാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എളുപ്പമാണ്. പക്ഷെ ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, കുറച്ച് ചിലർക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ മാത്സിൽ പക്ഷേ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നല്ല എളുപ്പമാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ ടൈം ടേബിൾ കാര്യങ്ങൾ ഇവിടെ കാണാം, ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ടൈം ടേബിൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. സോ നിങ്ങളെ അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇത്തവണയും നമ്മൾ ആ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാം, ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, ലൈവ് ക്ലാസ്, ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ടൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.